ഹലോ കൂട്ടുകാരെ, സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഞാൻ ഇന്ന് ഒരു യാത്ര പോവുകയാണ്, ഒരു സിയാറത്ത് യാത്ര. ആദ്യം മുംബൈയിലേക്ക്, അവിടെ നിന്ന് ആഗ്ര, താജ്മഹലൊക്കെ സന്ദർശിച്ചിട്ട് അജ്മീറിൽ നിന്ന് ഡൽഹിയിൽ പോയി ചെറിയ രീതിയിലൊരു കറക്കം കറങ്ങി ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും. അപ്പം നമ്മുടെ ബ്ലോഗിൽ ഇനി തുടങ്ങുന്നത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകളാണ്. അവ എല്ലാവരും മൊത്തം വീഡിയോയും കാണുക, അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ദുആയും കൂടെ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തോടെ, അഭ്യർത്ഥനയോടെ തുടങ്ങട്ടെ. യാത്ര പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട, ഒരുപാട് കാലത്തെ ബന്ധമുള്ള പ്രിയപ്പെട്ട ഉസ്താദ് ജാഫർ അസ്ഹരി ഉസ്താദിൻ്റെ കൂടെയാണ്. അവരുടെ റിഹല ടൂർസിൻ്റെ കൂടെയാണ് ഞാൻ ഈ യാത്ര പോകുന്നത്. ഇസ്ലാമികമായ ചരിത്ര ഭൂമികളിലൂടെ നിരവധി പേരെ സിയാറത്ത് ടൂർ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് റിഹല സിയാറ. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്നത്തെ ഈ ഒരു യാത്ര. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. യാത്രയുടെ കാഴ്ചകളിലോട്ട് പോവാം. അതായത് കൊങ്കൺ പാത 1990 ഇത് കമ്മീഷൻ ചെയ്തത്. 1998 മെയ് 1 അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി ഇത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. ഈ കൊങ്കൺ റെയിൽവേ പലർക്കും അന്നൊരു അതിശയമായിരുന്നു. കാരണം ധാരാളം തുരങ്കങ്ങൾ വരുന്ന ഒരു പാത. തുരങ്കങ്ങളിലൂടെയുള്ള യാത്ര വല്ലാതെ ആസ്വദിക്കാറുണ്ട് പലരും. 91 തുരങ്കങ്ങളാണ് ചെറുതും വലുതുമായി ഈ റൂട്ടിൽ ഇന്നുള്ളത്. തുരങ്കങ്ങളുടെ നീളം ഏകദേശം 84.5 കിലോമീറ്റർ വരും. അതായത് 84.5 കിലോമീറ്ററോളം നീളം കണക്കാക്കപ്പെടുന്നു. ഏറ്റവും വലിയ തുരങ്കം ഉള്ളത് രത്നഗിരിക്കടുത്തുള്ള ഖർബഡെ ടണൽ. അതാണ് രത്നഗിരിക്കടുത്തുള്ള ഖർബഡെ ടണലാണ് ഏറ്റവും നീളം കൂടിയ തുരങ്കപാത ഈ കൊങ്കണിൽ വരുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ 6.5 കിലോമീറ്ററാണ് നീളമുള്ളത്. ഓക്കെ, 6.5 കിലോമീറ്റർ ടണൽ. പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. ആ സമയത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. എന്നാലും 6.5 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കമാണ് ഈ റൂട്ടിൽ ഏറ്റവും വലിയ തുരങ്കം. ചെറുതും വലുതുമായി ഏകദേശം 2285 പാലങ്ങൾ മുംബൈ വരെയുള്ള ഈ കൊങ്കൺ പാതയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പ്രധാനമായ പാലങ്ങൾ ശാസ്ത്രി പാലം, സുവാരി പാലം, മണ്ടോവി പാലം, കാളി റിവർ പാലം, ഗംഗാവലി പാലം. അതുകൂടാതെ ഏറ്റവും നീളം കൂടിയ ശരാശരി 2065 മീറ്റർ നീളം വരുന്ന ശരാവതി പാലം. 2065 മീറ്ററാണ് ഈ ശരാവതി പാലത്തിന്റെ നീളം. അത് ഈ കൊങ്കൺ റൂട്ടിലെ ഏറ്റവും വലിയ നീളമുള്ള ഒരു പാലം കൂടിയാണ് ശരാവതി പാലം. അതുകൂടാതെ 65.5 മീറ്റർ പില്ലർ വെച്ചിട്ടുള്ള പനവൽ പാലവും നമുക്ക് ഈ റൂട്ടിൽ ഒരു ഹൈലൈറ്റായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പ്രത്യേകതയാണ് ഈ കൊങ്കൺ റൂട്ടിലുള്ളത്. വർഷത്തിൽ 30 മില്യണിൽ കൂടുതൽ യാത്രക്കാരാണ് ഈ പാതയിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പം കൃത്യം സമയം 7:45, 7:45. ഇന്നലെ നമ്മൾ കാസർഗോഡ് നിന്ന് 11 മണിക്കാണ് വിട്ടത്. ഇപ്പോൾ അൽഹംദുലില്ലാ മുംബൈയിൽ ലോകമാന്യത്തിലേക്ക്
റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ യാത്ര. ഇനി ഇവിടുന്ന് ബോംബെയിലെ ചില കാഴ്ചകൾ, അതായത് മുംബൈയിലെ ചില കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏകദേശം 81 പേരാണ് ഇത്ര ഉള്ളത്. അപ്പോൾ ഈ 81 പേരെ ഞങ്ങൾ ട്രെയിൻ വെച്ചൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളൊരു ബാച്ചായിരുന്നു, അവർ മറ്റു ബോഗികളൊക്കെ ആയിരുന്നു. ഇൻഷാല്ലാ ഇവിടെ നിന്നാണ് ഇനി എല്ലാവരും പരിചയപ്പെടുന്നത്. നമ്മൾ നേരെ മുംബൈയിലെ കാഴ്ചകൾ ഇന്ന് ആസ്വദിച്ച് വൈകുന്നേരം നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. 81 പേരെന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ നോക്കി ചേരത്തിനൊക്കെ കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുമെന്നാണ് തോന്നുന്നത്. രാവിലെ നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ, മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഏതായാലും ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പം അവസാനം വരെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. കാരണം ഓരോ അപ്ഡേറ്റ്സും ഞാൻ മുംബൈയിലേക്ക് ഒരു പക്ഷേ 3ാമതാണ് വരുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമാണ്, ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പം മറ്റു കാഴ്ചകൾ കൊണ്ട് നേരെ മുന്നോട്ട് പോകാം. ഓക്കെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് മുംബൈയിൽ കണ്ട വലിയൊരു അതിശയമായ കാര്യമാണ് ഈ ട്രെയിനിൽ എത്രത്തോളം ആൾക്കാരായി കയറിപ്പോകണം നോക്കി. അതിനകത്തന്നെ നിറഞ്ഞു മറിയുകയാണ്. അവിടേക്കും ഈ സ്റ്റോപ്പ് നിർത്തുമ്പോൾ കയറുന്ന ഒരു കാഴ്ച ഇത് ഞാൻ ഷൂട്ട് ചെയ്താണ്. എനിക്ക് തോന്നുന്നു ഈ വല്ലാത്തൊരവസ്ഥയാണ്. ഇതിനേക്കാളും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സംഭവിക്കും? ഒരിക്കലുമില്ല. എന്തൊക്കെ അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് നോക്കി. റബ്ബ് കാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. എല്ലാവരും ജോലിക്ക് പോകുന്ന രാവിലെ ഉള്ളൊരു കാഴ്ചയാണ്. എൻ്റെ പഠിച്ചാണ് ഇങ്ങനെയൊക്കെ കയറി എന്താവും. هذا البر والتقوى ومن العمل ما تحب وترضى اللهم حظم علينا سفرنا وطوّر عنا بعده. അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ദിക്റൊക്കെ ചൊല്ലിത്തരികയാണ്. അപ്പോൾ നമ്മൾ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബസ്സിലാണ് ദർഗകൾ അതുപോലെ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. പക്ഷേ 2 ബസ്സിലായിട്ടാണ്. ഒരു ബസ് നിറയെ ഫാമിലി, മറ്റു ബസ് കുറച്ച് ബാച്ചിലേഴ്സും അത്യാവശ്യം ഫാമിലി ഉണ്ട്. ഇതിൽ 2 ബസ്സിൽ കൂടി നമ്മൾ സ്ഥലം കറങ്ങാൻ വേണ്ടി പോവാണ്. ബസ് നിറയെ ആൾക്കാരാണ്. സ്ത്രീകളെ കൊണ്ട് ഞാൻ ബാക്കിലങ്ങനെ പോകുന്നില്ല. മാഷാ അല്ലാ, ഒരുപാട് പേരുണ്ട് ഇതിൽ. ഈ ഒരു ട്രിപ്പിൽ റിഹില ട്രാവൽസിൻ്റെ കൂടെ 81 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇപ്പം മുംബൈ എന്ന മഹാനഗരത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര പോവുകയാണ്. അതൊക്കെ പുറത്ത് തട്ടുകട കാര്യങ്ങളൊക്കെയാണ്. മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ ഒരു എന്താ പറയുന്ന പാലത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പിൽ കാണുന്നത് മെട്രോ പാതയാണ്, മുംബൈ മെട്രോ. നല്ല വലിയ രീതിയിലുള്ള മഴയില്ലെങ്കിലും നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഹോർണടിച്ച് കൊല്ലുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു കാഴ്ച കൂട്ടി കാട്ടിത്തരാം.
എത്രത്തോളം ട്രെയിനുകൾ അവിടെ നിർത്തിയിട്ടെന്ന് നോക്കിയാൽ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ലോകമാന്യത്തിലേക്ക്. പൊന്നെ നല്ല മഴയാണ്. ബൈക്കൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രതീകമായിട്ടൊരു ട്രെയിൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്ഥാപിച്ചത് കാണാം. ഇതാണ് ലോകമാന്യത്തിലെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം മഴ കുറഞ്ഞു, പക്ഷേ ഇതെവിടെയൊക്കെ മൊത്തം വെള്ളമാണ്. എൻ്റെ പൊന്നെ, മൊത്തം വെള്ളമാണ്. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഞങ്ങൾ ദർഗയിൽ പോവാണ്. അതിനു മുമ്പ് നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരുവാണ്. അസ്സലാമു അലൈക്കും. നാസ്ത കഴിക്കാൻ വേണ്ടി വരാണ്. ആകെ കുടിച്ചു. ഇതാണ് മുംബൈ. മുംബൈ പഴയ മുംബൈ അല്ലേ? ഇവിടെ ഒരു മഹാൻ്റെ ഹദറത്തിൽ സിയാറത്തിന് വേണ്ടി വന്നതാണ് നമ്മൾ. ദർബാർ ഖുത്ബി കുക്കുൻ മഹദൂം അല മഹായിമി. നമ്മൾ ഉസ്താദ് വിശദമായിട്ട് പറഞ്ഞു തരും ഇത് ആരാ, ഇവിടെ കിടക്കുന്ന മഹാൻ ഏതാ എന്നൊക്കെ. എന്നാൽ ജാതി മതസ്ഥർ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇത് അജ്മീർ ദർഗയെ പോലെ മൊത്തം പൂക്കളൊക്കെ കാണാൻ പറ്റുന്നു. ഇവിടെ പൂക്കൾ കൊണ്ടുപോയി ദർഗയിൽ വെക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമ്മൾ സിയാറത്തിന് വന്ന ടീം കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട്. എല്ലാവരും വന്നതിന് ശേഷം അവർക്ക് അകത്ത് കിടക്കണത്. നല്ലൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച. ഇവിടെ പോലീസൊക്കെ കാണാം. നമ്മളിപ്പം ഇവിടെയുള്ള ഈ മഹാൻ ആരിൽ നിന്നും എവിടെയാണ് ഉള്ളത് എന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും. ഉസ്താദ് ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട ജാഫർ അസരി ഉസ്താദ്. മൂപ്പരുടെ കൂടെയാണ് നമ്മൾ ഈ സിയാറത്ത് ടൂറിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഉസ്താദ് മാഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. നമ്മൾ മുംബൈയിലാണ്. മഖ്ദൂം അലി മഹാഇമി റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയിലാണ്. ഒരു ചെറുപ്പകാലം മുതൽ തന്നെ നിരവധി കറാമത്ത് കാണിച്ച മഹാനാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതി ഷാഫിഈ മദ്ഹബിലെ ഫഖീഹാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. മഹാനവർകൾ ജീവിതകാലത്ത് എഴുതിയ മുസഹഫ് വരെ ഇവിടെ ഉണ്ട്. മാത്രമല്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉപ്പ വഫാത്തായി. ആ സമയത്ത് ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അവിടുത്തെ ഇൽമ് പഠിപ്പിച്ചതൊക്കെ രംഗങ്ങൾ നമ്മളൊക്കെ അവിടുന്ന് പറഞ്ഞിരുന്നു കഥകളൊക്കെ. വിശുദ്ധ കഅബയുടെ കില്ലുണ്ട്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാറെ മുബാറക് ഉണ്ട്. ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കബറിടത്തിൽ പുതപ്പിച്ച ആ പുതപ്പ് എൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ നമ്മളെ ഇവിടെ കാണാൻ പറ്റും. ഭാഗത്ത് രണ്ട് മഖാമ കാണാൻ പറ്റും. ഒന്ന് ഉമ്മാൻ്റെ മക്ബറയാണ്, ഒന്ന് അവിടേത്. നേരെ അപ്പുറത്ത് തന്നെ ആ ഇവരുടേതുണ്ട്. ആ വീട്ടിലെ അടിമ സ്ത്രീയുടേതും ആ പറഞ്ഞ കറാമത്ത് കാണിച്ച ആടിൻ്റെ കബറുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മഖബറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് മഖബറ. എന്താണ് 600 വർഷങ്ങൾക്ക് മുമ്പ് മഹാനവർകൾ എഴുതിയ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എഴുതിയ ഖുർആൻ. ഇതിന് പ്രത്യേകത കാബിന്റെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പ്രത്യേകത ഉള്ളൂ. ഇപ്പൊ അത് കാബിന്റെ മുകളിൽ ഇട്ടിരുന്നൊരു കില്ലയാണെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഇതിനുള്ളൂ. ഇവിടെ ആളുകൾക്ക് ഇതൊക്കെ വലിയ ബഹുമാനമാണ്. കാരണം എന്താണ്, കാബിന്റെ കില്ലയാണെന്നുള്ള കാബിന്റെ മുകളിലെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്ന ദുആക്ക് ഇജാബത്തിൽ നിന്നാണ്. കാബിന്റെ മുകളിലാണ്. ഇവിടെ ആകുമ്പോൾ കാബിന്റെ മുകളിൽ ഇത് കില്ലയാണെന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്
അത് 20 വർഷം മുന്നേ ഒരു കഷ്ണം, ഒരുപാട് കഷ്ണങ്ങളുണ്ടാവും. അത് പറയുന്ന കേട്ടോ, ഇത് കാബന്റെ മുകളിൽ പുതപ്പിച്ച കില്ലയാണ്. കാബയുടെ കില്ലയാണ് ഈ കാണുന്നത്. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ ഓരോ പണികളും. ഇവിടെ മൊത്തം മാർബിളാണ്. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. ഇതിനോടനുബന്ധിച്ചുള്ള പള്ളിയാണ്, പണി നടക്കുവാണ്. ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണിപ്പം, ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്താ രസം നോക്കി. ഏകദേശം അജ്മീറിൻ്റെ ഒക്കെ ആ ശൈലിയിലാണ് ഇത് ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മറ്റൊരു സിയാറത്ത് കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, റിഹ്ല സിയാറ പക്ഷേ എവിടെയൊക്കെയാണ് പക്ഷേ ബ്രാഞ്ച് ഉള്ളത്? കോഴിക്കോട്, മുക്കം, രാമനാട്ട്, ചെറുവാടി. ഉസ്താൻ്റെ കീഴിലാണ് നമ്മളിപ്പം ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ അത് ഏകദേശം 81 പേരുണ്ടല്ലോ ഈ യാത്രയിൽ. 92 മാഷാ അല്ലാഹ് 92 പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ അമീറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദ് നമുക്ക് ഓരോ ദീർഘകാലത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന ആ ഒരു വിശദീകരണം മാഷാ അല്ലാഹ് നല്ല റാഹത്തായി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടാണ് ഉസ്താദ് പോകാനുള്ളത്? ഇനി ഹാജി അലി ദർഗ. ഹാജി അലി ദർഗ മുംബൈയിൽ തന്നെ അല്ലേ? ഇൻഷാ അല്ലാഹ് കടലിൻ്റെ നടുവിലുള്ള ഹാജി അലി ദർഗ. കടലിൻ്റെ നടുവിലുള്ള പലർക്കും ചിലപ്പം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഞാനിതുവരെ നേരിൽ കണ്ടിട്ടില്ല, വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ പോകുന്നത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ ഹാജി അലി ദർഗയിൽ നിന്ന് കാണാം. അതെ സാർ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങിയ ബസ്സാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ എല്ലാവരും 2 ബസ്സിലാണ് വന്നത്. ആ ബസ്സിൽ കയറി ഹാജി അലി ദർഗയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ് കച്ചവടങ്ങളൊക്കെ കാണാം. എല്ലാം മഴയിൽ കുതിർന്ന ആകെ. ഞാൻ 1-2 കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് പൊറോട്ട അടിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെയാണ് പൊറോട്ട അടിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ സെയിം പൊറോട്ടയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതേപോലെ ഇതിൻ്റെ പേരെന്തെന്ന് കേൾക്കാം. ഒരു പൂരിയില്ലേ, വലിയൊരു പൂരി. ഈ പൂരിക്കകത്ത് അത് നമുക്ക് ഇത് ഈ മധുരം വെച്ച് കഴിക്കാം. ക്യാ ഭയ്യേ? ഹൽവ. ഇത് ഹൽവ, ഇത് പൊറോട്ട. ഇത് ഇവിടുത്തെ ഇത് നമ്മൾ കഷ്ണം കഴിച്ചിട്ടാണ് അവർ തരുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നല്ല ഫുഡാണ് അത് തയ്യാറാക്കുന്നുണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്. അതാണ് സ്ട്രീറ്റ് ഫുഡ്. നമ്മൾ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 90 അംഗ സംഘം മാഷാ അല്ലാഹ് ഹാജി അലി ദർഗ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. Thank you.